പുതിയ വീഡിയോയിൽ ഊ ചിഹ്നമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏത് ചിഹ്നമാണ്? ഊ ചിഹ്നം. ഈ ചിത്രം ഒന്ന് പരിശോധിക്കാം. ഇത് എന്തിൻ്റെ ചിത്രമാണ്? കുട അല്ലേ? ഇതെന്താണിത്? കുട. ഞാൻ എഴുതിയത് ശരിയാണോ? അല്ല അല്ലേ? എന്താ എഴുതിയിരിക്കുന്നത്? കട. നമുക്ക് എന്താക്കണം? കുട എന്നാക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ക എന്ന അക്ഷരത്തിന് ശേഷം ഊ ചിഹ്നം ചേർക്കണം. കു ഡ, കുട. ഇപ്പോൾ ശരിയായി അല്ലേ? എന്താ വായിക്കുന്നത്? കുട. കു ഡ, കുട. എന്താ അത് വായിക്കുക? കുട. എന്ത് ചെയ്തു കടയെ കുടയാക്കാൻ? ക എന്ന അക്ഷരത്തിന് ശേഷം ഊ ചിഹ്നം ചേർത്തു. അപ്പോൾ ഇതെന്താണ് വായിക്കുന്നത്? കുട. ഇതെന്തു ജീവിയാണ്? കുയിൽ. എന്ത് ജീവിയാണിത്? കുയിൽ. ഞാൻ എഴുതിയത് ശരിയാണോ? അല്ല അല്ലേ? എന്താ എഴുതിയിരിക്കുന്നത്? കയിൽ. നമുക്കിതിനെ എന്താക്കണം? കുയിൽ എന്നാക്കണം. അതിനെന്താ ചെയ്യുക? ക എന്ന അക്ഷരത്തിന് ശേഷം ഊ ചിഹ്നം ചേർക്കണം അല്ലേ? കു ഈ ഇൽ, കുയിൽ. ഇതെന്ത് വായിക്കുന്നു? കുയിൽ. കു ഈ ഇൽ, കുയിൽ. കു ഈ എൽ, കുയിൽ. കു ഈ ഇൽ, കുയിൽ. ഇതെന്താണിത്? എന്തിൻ്റെ ചിത്രമാണിത്? കുതിര. എന്താണിത്? കുതിര. ഞാൻ ഈ എഴുതിയത് ശരിയാണോ? ഇതെന്താ വായിക്കുക? കിതിര അല്ലേ? നമുക്കിത് എന്താക്കണം? കുതിര എന്നാക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ഈ ചിഹ്നം മാറ്റി എന്ത് ചെയ്യണം? കാ കഴിഞ്ഞ് ഊ ചിഹ്നം ചേർക്കണം. കു തീ ഇരയാണ് കുതിര അല്ലേ? കു ദീ ര, കുതിര. എങ്ങനെ കുതിര എന്ന് എഴുതുന്നത്? കു തീ ര, കുതിര. എന്നോട് പറഞ്ഞേ. അതെ, കു ദീ ര, കുതിര. എന്താ വായിക്കുക? കുതിര. ഇതാരാ? മുയൽ. ഇതെന്തു ജീവിയാണ്? മുയൽ. ശരിയല്ലേ ഞാൻ എഴുതിയത്? അല്ല അല്ലേ? ഞാൻ എന്താ എഴുതിയിരിക്കുന്നത്? മായൽ എന്നാണ് അല്ലേ? ഇതിനെന്താക്കണം? മുയൽ എന്നാക്കണം. എന്ത് ചെയ്യണം? മാ കഴിഞ്ഞ് ആ ചിഹ്നം മാറ്റി ഊ ചിഹ്നം ചേർക്കണം. മു യ ൽ, മുയൽ. മു യ ൽ, മുയൽ. ഇങ്ങനെ എഴുതണത്? മു യ ൽ, മുയൽ. എന്താ വായിക്കുക? മുയൽ. ഇതെന്താണ് ഈ പച്ചപ്പിനിടയിലൂടെ ഒഴുകുന്നത്? എന്താണിത്? പുഴ അല്ലേ? എന്താണിത്? പുഴ. ഞാൻ എഴുതിയത് ശരിയല്ലേ? ഞാൻ എന്താ എഴുതിയിരിക്കുന്നത്? പഴ. ഓ, ഊ ചിഹ്നം വിട്ടുപോയി അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? പ എന്ന അക്ഷരത്തിന് ശേഷം ഊ ചിഹ്നം ചേർക്കണം. പു ഴ എന്നെഴുതിയാലേ എന്താവുള്ളൂ? പുഴയാവുള്ളൂ അല്ലേ? അപ്പൊ നമുക്കൊന്ന് അങ്ങനെ ഒന്ന് എഴുതി നോക്കാം. എന്താണ് പുഴ? പു ഴ, പുഴ. പു ഴ, പുഴ. പു ഴ, പുഴ. എന്താ വായിക്കുന്നത്? പുഴ. ഒന്നുകൂടെ എഴുതിയാലോ? പു ഴ, പുഴ. നമുക്കിനി നമ്മളിപ്പോൾ പഠിച്ച കുറച്ച് വാക്കുകളൊന്ന് എഴുതി വായിക്കാം. എന്താണ് ഒന്നാമത്തെ വാക്ക് വായിക്കുന്നത്? കു ഡ, കുട. രണ്ടാമത്തെ വാക്കോ? കു ഈ ഇൽ, കുയിൽ. അടുത്ത വാക്കോ? കു തീ ര, കുതിര. നാലാമത്തെ വാക്ക്? മു യ ൽ, മുയൽ. അവസാനത്തെ വാക്ക് എന്ത് വായിക്കും? പുഴ. പു ഴ, പുഴ. ഇനി നമുക്ക് കുറച്ച് വാക്കുകളുടെ കൂടെ ഊ ചിഹ്നം ചേർത്ത് എഴുതി നോക്കാം. ഇതെന്താണ് വായിക്കുന്നത്? പലരി എന്നാണ്. നമ്മൾ എന്താ പറയുക? പുലരി എന്നാണ് പറയുക. അപ്പം എന്ത് ചെയ്യണം? പാ കഴിഞ്ഞ് ഊ ചിഹ്നം ചേർക്കണം അല്ലേ? പു ല രി
പുലരി. പലരി ഇപ്പം എന്തായി മാറി? പുലരിയായിട്ട് മാറി അല്ലേ? പു-ല-രി, പുലരി. ഞാനിനി ഒരു ജീവിയുടെ പേരെഴുതാൻ പോവാണ്. എഴുതി കേട്ടോ. ഞാൻ എന്താ എഴുതിയിരിക്കുന്നത്? കഴുത. ഇതിനെന്താക്കി മാറ്റണം? കഴുത എന്നാക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? അതെ, ഴ എന്ന അക്ഷരത്തിന് ശേഷം ഊ ചിഹ്നം ചേർക്കണം. ഇപ്പോൾ ശരിയായോ? അതെ. ഇതെന്താ വായിക്കുക? കഴുത. ക-ഴു-ത, കഴുത. കഴുത എന്ന വാക്യം നമ്മൾ എങ്ങനെയാണ് കഴുതയാക്കിയത്? ഴ എന്ന അക്ഷരത്തിന് ശേഷം എന്ത് ചിഹ്നമാ ചേർത്തത്? ഊ. ഴ എന്ന അക്ഷരത്തിന് ശേഷം ഊ ചിഹ്നം ചേർത്തപ്പോൾ കഴുത എന്തായിട്ട് മാറി? കഴുത. രണ്ട് വാക്കുകൾ എങ്ങനെ വായിക്കുക? കഴുത, കഴുത. ഈ വാക്ക് എന്താ വായിക്കുക? പതിയ. എന്താ വായിക്കുന്നത്? പതിയ. പ-ദി-യ, പതിയ. നമുക്കിതിനെ പുതിയ എന്നാക്കണം. എന്ത് ചെയ്യണം? പ എന്ന അക്ഷരത്തിന് ശേഷം ഊ ചിഹ്നം ചേർക്കണം. പു-തി-യ, പുതിയ. ഇപ്പോൾ ശരിയായോ? ശരിയായല്ലേ? എന്താ വായിക്കുക? പുതിയ. പു-തി-യ, പുതിയ. പതിയ, പുതിയ. ഊ ചിഹ്നം വരുന്ന 5 വാക്കുകൾ കൂടെ എഴുതിയിട്ടുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. കുരുടി, കുരുടി. കുരുടി, കുരുടി. കുരുവി, കുരുവി. കുരുവി, കുരുവി. മൂന്നാമത്തെ വാക്ക് പുതുമ, പുതുമ. പുതുമ, പുതുമ. അടുത്ത വാക്ക് എന്താ വായിക്കുക? കുറുവ, കുറുവ. കുറുവ, കുറുവ. അവസാനത്തെ വാക്കോ? മുറുകി. മുറുകി, മുറുകി. മുറുകി, മുറുകി.